ശ്രീ ജോർജ് ജോസഫ്, ഏറ്റവും പ്രധാനമായി നമ്മൾ വയനാട് തുരങ്കപാത എന്നുള്ളത് മാത്രമല്ല, പൊതുവിൽ ഈ കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് ദീർഘവീക്ഷണത്തോടെയുള്ള ഒരുപാട് പദ്ധതികൾ വരുമ്പോൾ അത് ആ മേഖലയ്ക്ക് മാത്രം ഉണ്ടാകുന്ന നേട്ടം എന്ന അർത്ഥത്തിലല്ലല്ലോ അതിനെ കാണുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ വയനാട് തുരങ്കപാതയുടെ കാര്യത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അതിന്റെ സ്വാദ് അനുഭവിക്കാൻ പോകുന്നത് നമ്മുടെ ടൂറിസം മേഖല തന്നെയായിരിക്കും എന്നതിലൊരു സംശയവുമില്ല. ഈ തുരങ്കപാതയുടെ ഇരുവശം തന്നെ പശ്ചിമഘട്ടത്തിന്റെ മനോഹാരിത ഏറെ പ്രതിഫലിക്കുന്ന നിലയിലാണ് അതിന്റെ ഒരു ക്രമീകരണം തന്നെ പോകുക. അപ്പോൾ ആ മേഖലയിലേക്ക് വരാനുള്ള ടൂറിസത്തിന്റെ സാധ്യതകൾ, അതുവഴി ഉണ്ടാകുന്ന സംസ്ഥാനത്തിന്റെ ആകമൊത്തമുള്ള വികസനത്തിന്റെ സാധ്യതകൾ, അപ്പോൾ ആ നിലയിൽ എന്തൊക്കെ ഭാവി കേരളത്തിന് വിഭാവനം ചെയ്യുന്നുണ്ട് വയനാട് തുരങ്കപാത ഉൾപ്പെടെയുള്ള ഇത്തരം പദ്ധതികൾ? അല്ല, നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക വികസന രംഗത്ത് നമ്മൾ നേരിടുന്ന ചില വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികൾ ഇന്നത്തെ ഗവൺമെൻറ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ചില പദ്ധതികൾ ആവിഷ്കരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കേരളം നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് കഴിഞ്ഞ 10-40 വർഷം മുമ്പ് പൂർത്തീകരിക്കേണ്ടിയിരുന്ന പല അടിസ്ഥാന സൗകര്യങ്ങളും കേരളത്തിൽ ഇല്ലാതെ പോകുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അല്ലെങ്കിൽ ആ കാര്യത്തിലൊരു ബാക്ക്ലോഗ്, ഒരു പുറകിലേക്ക് പോകുന്നൊരു സ്ഥിതിവിശേഷം ഏതൊക്കെയോ കാരണങ്ങൾ മൂലം ഉണ്ടായി. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ദേശീയപാത വികസനം എന്ന് പറയുന്നത്. ഒരുപക്ഷെ അതൊരു 10-40 വർഷം മുമ്പ് അല്ലെങ്കിൽ 10-30 വർഷം മുമ്പെങ്കിലും യാഥാർത്ഥ്യമാകേണ്ട ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും കേരളത്തിന് ഒരു വലിയ വെല്ലുവിളി കേരളത്തിൻ്റെ മുമ്പിലുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾക്ക് രൂപം നൽകുന്നത്. ഒരു അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്നത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ വയനാട് തുരങ്കപാത വരുന്നതുകൊണ്ട് അവിടെ അടുത്തുള്ള പ്രദേശങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു കാര്യമല്ല. അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്നത് അതുണ്ടാക്കുന്ന സാമ്പത്തികമായ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു മാനങ്ങളുള്ള തലങ്ങളുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം. അപ്പോൾ ഇത് കേരളത്തിനാകെ ഒരു വലിയ വികസനത്തിൻ്റെ കുതിപ്പ് നൽകുന്ന ഒരു സംവിധാനമാണ് ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്നത്. അത് ഏത് രാജ്യത്തും ഏത് സമ്പദ് വ്യവസ്ഥയിലും അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ആ സമ്പദ് വ്യവസ്ഥയിലേക്ക് കൂടുതൽ നിക്ഷേപം വരും. ഉദാഹരണത്തിന് താങ്കൾ സൂചിപ്പിച്ച കാര്യം തന്നെ, അതായത് ഈ പറഞ്ഞ ഇരട്ട ടണൽ തുരങ്കപാത പൂർത്തിയാവുന്നതോടുകൂടി വയനാട്ടിലുള്ള ഈ യാത്രാ ദുരിതത്തിൽ വലിയൊരു ആശ്വാസം നമുക്കുണ്ടാകാൻ പോവുകയാണ്. അവിടെ തീർച്ചയായിട്ടും കൂടുതൽ ടൂറിസ്റ്റുകൾ, ഇന്നിപ്പോൾ പലരും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഈ വയനാട് ചുരം വഴി പോവുക ഭയങ്കര ബുദ്ധിമുട്ടാണ്, എപ്പോഴും ബ്ലോക്കും മണിക്കൂറുകളോളം കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ. അതുകൊണ്ട് ഒരുപക്ഷെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ വേണ്ട എന്ന് ചിന്തിക്കുന്ന അവസ്ഥയുണ്ടാവും. പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളും വിദേശത്തു നിന്ന് വരുന്ന ആളുകളും ഒക്കെ അങ്ങനെ ചിന്തിച്ചേക്കാം. പക്ഷേ അവിടെ അടിസ്ഥാന സൗകര്യം സുഗമമാക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ സാധ്യതകൾ വിപുലീകരിക്കപ്പെടുകയാണ്. ആ സാധ്യതകൾ ആ പ്രദേശത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും കേരളത്തിൻ്റെ ആകെ സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ മുതൽക്കൂട്ടാവും. അതുകൂടാതെ തന്നെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പടുത്തുയർത്തുന്നതിന് ഈ അടിസ്ഥാന സൗകര്യ വികസനം സഹായിക്കുന്നത് മറ്റ് പല രീതിയിലുണ്ട്. ഇവിടെ ബിസിനസ് വർദ്ധിക്കുന്നു. ആ ബിസിനസ് വർദ്ധിക്കുന്നതിൻ്റെ ഫലമായി കേരളത്തിനകത്തേക്ക് നികുതി വരുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതലായി വരുന്നു. അങ്ങനെ അതൊരു വലിയ ഒരു സാമ്പത്തിക പ്രക്രിയയുടെ ഒരു വലയമായി സൃഷ്ടിക്കപ്പെടുകയാണ്. അതാണ് ഒരു അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്നത്. അപ്പോൾ 2134 കോടി രൂപയാണ് നമ്മളിവിടെ സ്പെൻഡ് ചെയ്യണമെങ്കിലും 10-15 വർഷം കഴിയുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക നേട്ടം എന്ന് പറയുന്നത് നമ്മൾ നിർവചിക്കുന്നതിനും നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ്. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം എടുത്തിട്ടുണ്ട്, വിഴിഞ്ഞം പോർട്ട് കമ്മീഷൻ ചെയ്തു. ഈ ചെറിയ നാളുകൾ കൊണ്ട് തന്നെ 10 ലക്ഷത്തിൽ അധികം ടൺ ചരക്ക് അവിടെ കൈകാര്യം ചെയ്തു. വലിയ കുതിപ്പിലേക്ക് വിഴിഞ്ഞം തുറമുഖം പോകുന്നു. പക്ഷേ ഇനി അനുബന്ധ സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു 50 ഏക്കർ സ്ഥലം ഏറ്റെടുക്കാനുള്ള ഇതിലേക്ക് പോകുന്നു. അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ 15 ഏക്കർ ഇതിലേക്ക് ആദ്യം വന്നു കഴിഞ്ഞു. ഈ അനുബന്ധ സൗകര്യങ്ങൾ കൂടി വികസിക്കുന്നതോടുകൂടിയാണ് കൂടുതൽ തൊഴിലവസരങ്ങളും കൂടുതൽ കാര്യങ്ങളും അവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏത് തരത്തിലുള്ള, അത് റോഡാകട്ടെ, ജലപാതയാകട്ടെ, മെട്രോ ആകട്ടെ, റെയിലാകട്ടെ, ഇതുപോലെ തുരങ്കപാതകളാകട്ടെ, പോർട്ട് അടക്കമുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളാകട്ടെ, ഇതെല്ലാം വരുന്ന മുറയ്ക്ക് സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനത്തിന് വലിയൊരു ഊർജം പകരുന്ന ഒന്നായിരിക്കും. അതുകൊണ്ട് എല്ലാ തരത്തിലും അത് നമുക്ക് പറ്റിയത്, നമ്മുടെ സംസ്ഥാനത്തിന് പറ്റിയത് ഈ അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് അല്ലെങ്കിൽ 10 വർഷത്തിന് മുമ്പ് ഈ രണ്ട് ഗവൺമെൻറ്റുകൾ വരുന്നതിന് മുമ്പ്
കൊടുക്കാതെ പോയൊരു ഊന്നലിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അത് ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കുന്നു. ഇനിയുള്ള കേരളത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാതെ, പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ടേഷൻ്റെ മോഡ് ഹൈസ്പീഡ് മൊബിലിറ്റിയിലേക്ക് മാറാതെ നമുക്ക് ഒരു വിധത്തിലും മുമ്പോട്ട് പോകാൻ കഴിയുന്നുള്ള യാഥാർത്ഥ്യം ഗവൺമെൻറ് തിരിച്ചറിയുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള വൻകിട പ്രോജക്റ്റുകൾ വരുന്നത്. അപ്പോൾ ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് വലിയൊരു ഒരു 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 നിർണായകമായിട്ടുള്ളൊരു സ്വാധീനം കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ വരുത്തും. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വയനാടിൻ്റെ മലയോര മേഖലകളിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിന് ചിന്തകൾക്ക് അപ്പുറത്തായിട്ടുള്ളൊരു മാറ്റത്തിലേക്ക് അത് പോകും. ടൂറിസം ഉൾപ്പെടെയുള്ള സാധ്യതകൾക്കും മറ്റെല്ലാ സാധ്യതകൾക്കും വലിയൊരു വാതിൽ തുറക്കലാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും മറ്റ് പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ആലോചിക്കുക, നമുക്ക് കുതിരാനിൽ ഉണ്ടായിട്ടുള്ള തുരങ്കപ്പാത വന്നതോടുകൂടി ഉണ്ടായിട്ടുള്ള വ്യത്യാസം ആലോചിക്കുക. അപ്പോൾ അവിടെ എത്ര മണിക്കൂറുകൾ കിടന്ന് ഇഴഞ്ഞു പോകുന്നൊരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വരാതെ ഇനി കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനം എന്ന കാര്യത്തിന് വലിയ തോതിൽ ഊന്നൽ നൽകി അതിലൂടെ മുമ്പോട്ട് പോകാൻ പ്രതിജ്ഞാബദ്ധമായൊരു സർക്കാർ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഇക്കാര്യത്തിൽ വരുന്ന ഒരു വലിയ നേട്ടമായി കാണുന്നത്. അപ്പോൾ നമ്മൾ മുൻകാലങ്ങളിൽ നമുക്ക് ഉണ്ടായ കുറവുകൾ താങ്കൾ ആമുഖമായിട്ട് പറഞ്ഞതുപോലെ തന്നെ അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. 50 വർഷത്തെ കാര്യങ്ങളാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ പാക്കേജ് ചെയ്ത് ഇത് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത്. അത് ഇനിയിപ്പം നമുക്ക് ആ നഷ്ടപ്പെട്ട വർഷങ്ങൾ ആലോചിച്ച് വിലപിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതനുസരിച്ച് വേഗത്തിൽ പോകാൻ കഴിയണം. അത് വേഗത്തിൽ പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. കാരണം ടെക്നോളജി മാറിയിട്ടുണ്ട്, നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിലാവും. ഇപ്പോൾ ഈ ടണൽ തന്നെ ഒരുപക്ഷെ പണ്ടത്തെ കാലത്താണെങ്കിൽ ആലോചിക്കുമ്പോൾ 10-15 വർഷം എടുക്കും. പക്ഷേ ഇപ്പോൾ 4 വർഷം കൊണ്ട് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഏതാണ്ട് ആ സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അതിൽ റോഡ് പണ്ട് 8-10 വർഷം എടുത്തിരുന്ന റോഡുകൾ 2-3 വർഷങ്ങൾ അല്ലെങ്കിൽ 5 വർഷങ്ങൾക്കുള്ളിലൊക്കെ പൂർത്തിയാകുന്നുണ്ട്. അത് ടെക്നോളജിയുടെ ഒരു മാറ്റം കൊണ്ട് സംഭവിച്ചിരിക്കുന്ന എല്ലാ രീതിയിലുള്ള മാറ്റങ്ങൾ. അപ്പോൾ അതിവേഗത്തിൽ കേരളത്തിന് നഷ്ടപ്പെട്ടു പോയ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് കേരളത്തിന് നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾ വീണ്ടെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിന് ഗവൺമെൻറ് ഊന്നൽ നൽകുന്നു എന്നുള്ളത് വളരെയധികം ഒരു സ്വാഗതാർഹമായിട്ടുള്ള നീക്കമായിട്ടാണ് ഞാനതിനെ കാണുന്നത് എന്നുള്ളതാണ്.